ഇത് കണ്ടോ, നല്ല അടിപൊളി ഒരു വെട്ട് കേക്ക്. ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതൊന്നുമല്ല, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ സാധാരണ നമ്മളിത് ചായക്കടയിൽ നിന്നും ബേക്കറിയിൽ നിന്നൊക്കെ ആയിരുന്നു മേടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ വീട്ടിലുണ്ടാക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഇത്രയും എളുപ്പമാണ് വീട്ടിലുണ്ടാക്കാനെന്ന്. അപ്പോൾ എനിക്ക് തോന്നി ഇതിൻ്റെ റെസിപ്പി നിങ്ങളുമായിട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്യണമെന്ന്. ഇത് നല്ല ടേസ്റ്റുള്ള, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ വെട്ട് കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കേക്ക് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിന്ന് ഈ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് പറയുന്നത്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന 240 ml ഒരു കപ്പിൻ്റെ അതേ അളവ് തന്നെ ഉള്ളൊരു ഗ്ലാസ്സാണിത്. സാധാരണ ചായ കുടിക്കാനൊക്കെ എടുക്കുന്ന ഒരു ഗ്ലാസ് എടുത്താൽ മതി. ആ ഒരു ഗ്ലാസ്സിന് ഒരു 2.5 ഗ്ലാസ് മൈദാമാവ് ഞാൻ എടുക്കുന്നുണ്ട്. 2.5 ഗ്ലാസ് മൈദാമാവ് നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് എടുത്താലും ഒരു 1/2 ഗ്ലാസ് മാവൊന്ന് റിസർവ് ചെയ്ത് മാറ്റി വെക്കുന്നത് നല്ലതാണ്. നമ്മൾ ഇത് കുഴച്ച് വരുമ്പോൾ ലാസ്റ്റ് വെള്ളം കൂടി കഴിഞ്ഞാൽ കുറച്ചൊന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂണോ ഒരു വിസ്കോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊരു 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈവനായിട്ട് ആ സോഡാപ്പൊടിയൊക്കെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇനി വേണ്ടത് പഞ്ചസാര പൊടിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു 1/4 ഗ്ലാസ്, നമ്മൾ മാവ് അളന്നെടുത്ത അതേ ഗ്ലാസ്സിന് ഒരു 1/4 ഗ്ലാസ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവ് പഞ്ചസാര കറക്റ്റ് വെട്ട് കേക്കിന് എനിക്ക് കറക്റ്റായിട്ടാണ് തോന്നിയത്. പിന്നെ കുറച്ച് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് വരെയൊക്കെ എടുക്കാം. കപ്പ് അളവാണെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര എടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 4 ഏലക്ക നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ കുരു മാത്രമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് വേണം നമുക്കിത് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ. മധുരം ഒരുപാട് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വെട്ട് കേക്ക് കൂടുതലായിട്ട് കറുത്തും പോവും. അപ്പോൾ എപ്പോഴും ഈ ഒരു 1/4 കപ്പിൻ്റെ അളവിൽ തന്നെ പഞ്ചസാര എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പഞ്ചസാര നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് 2 കോഴിമുട്ടയാണ്. നോർമൽ സൈസിലുള്ള 2 കോഴിമുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ചുകൂടി ചെറിയ കോഴിമുട്ട എടുത്താലും കുഴപ്പമില്ല. വലിപ്പം കൂടിയ കോഴിമുട്ട എടുത്തു കഴിഞ്ഞാൽ നമ്മളിത് മാവ് കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടിയതുപോലെ തോന്നും. കുഴപ്പമില്ല, പൊടിമാവിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. എന്നിരുന്നാലും കറക്റ്റ് പരുവത്തിന് നമുക്ക് കുഴച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് വെള്ളം കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ ആ 2 കോഴിമുട്ടയും നമ്മുടെ പഞ്ചസാര പൊടിച്ച ആ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു മുട്ടയുടെ മണം മാറണം എന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. വനില എസൻസ് ചേർക്കണമെന്ന് നിർബന്ധമില്ല, നമ്മൾ ഏലക്കാപ്പൊടി ചേർത്തതാണ്. അതല്ല വേറെ ഏതെങ്കിലും ഫ്ലേവറാണ് വേണ്ടതെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ മഞ്ഞ കളറിന് വേണ്ടിയിട്ട് ഞാനൊരു 2 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. യെല്ലോ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. കളർ വേണം എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സിയിൽ ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം, ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ നെയ്യ് അല്ലെങ്കിൽ 1 സ്പൂൺ ബട്ടർ. ബട്ടറിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, വലുതായിട്ട് ടേസ്റ്റ് അറിയത്തില്ല എന്നിരുന്നാലും 1 സ്പൂൺ ബട്ടറോ 1 സ്പൂൺ നെയ്യോ അതല്ലെങ്കിൽ 1 സ്പൂൺ ഓയിലോ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് അതുപോലെ തന്നെ കുഴച്ചെടുക്കണം. അപ്പം വെള്ളം കൂടുതലാണെങ്കിൽ നന്നായിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കും. അതനുസരിച്ചിട്ട് നമ്മൾ വെള്ളം കൂടുതലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് പൊടിമാവ്, നമ്മൾ നേരത്തെ പറഞ്ഞു മൈദാമാവ് കുറച്ച് മാറ്റി വെക്കണം എന്ന്, അത് കുറേശ്ശെ ഇട്ട് കൊടുത്തൊന്ന് ബാലൻസ് ചെയ്തെടുത്താൽ മതി. നല്ലതുപോലെ ഒരു 5 മിനിറ്റെങ്കിലും കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ കുഴച്ചെടുത്തപ്പോൾ കുറച്ചൊന്ന് വെള്ളം കൂടുതലായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനിതിലേക്ക് കുറച്ച് മൈദാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ എങ്ങനെ നിങ്ങൾ കുഴയ്ക്കുമ്പോൾ വെള്ളം കുറഞ്ഞതുപോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ, ചെറിയ മുട്ടയായിട്ട് ഇത് കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം കുറഞ്ഞതുപോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയ ചൂടുള്ള വെള്ളമോ അല്ലെങ്കിൽ ചെറിയ ചൂടുള്ള പാലോ ചേർത്ത് കുഴച്ചെടുത്താലും മതി. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു നനഞ്ഞ തുണി, മാവ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നനഞ്ഞ തുണി മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് മാറ്റി വെക്കുന്നുണ്ട്. 2 മണിക്കൂർ അത് അങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തിട്ട് ഷേപ്പ് ചെയ്ത് വെട്ടുകയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫുൾ ബാറ്ററായിട്ട് ഞാൻ റോൾ ചെയ്തെടുക്കുന്നില്ല. ഇതൊരു 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആണ് റോൾ ചെയ്തെടുക്കുന്നത്. അത് റോൾ ചെയ്തെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇത് ഫുള്ളായിട്ട് വെച്ച് റോൾ ചെയ്തെടുത്താലും മതി.
അപ്പോൾ ഞാനതൊന്ന് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ട് കുറേശ്ശെയാണ് റോൾ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഈ മാവൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു കൗണ്ടർ ടോപ്പിലോ അതല്ലെങ്കിൽ ചപ്പാത്തി പലകയിലോ അതും അല്ലെങ്കിൽ ഇതുപോലെ ഒരു നമ്മുടെ കട്ടിംഗ് ബോർഡിലോ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ കയ്യിലെങ്ങാനും ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് എണ്ണ കയ്യിലൊന്ന് ആക്കിയിട്ട് ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. എല്ലാം ഈവനായിട്ട് ഷേപ്പ് വരുന്ന രീതിയിൽ എല്ലാ ഭാഗത്തും ഒരുപോലെ തിക്നെസ് വരുന്ന രീതിയിൽ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ തന്നെ റോൾ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇത് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു റൗണ്ട് ഷേപ്പ് മാറി ചെറിയൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് വരും. പിന്നെ വേണ്ടത് ഇതിൻ്റെ ആ ഒരു 2 സൈഡ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ആ ഒരു നമ്മൾ മുറിക്കുമ്പം ഷേപ്പിനൊരു പെർഫെക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ 2 സൈഡും ചെറുതായിട്ടൊന്ന് മുറിച്ച് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇത് ഓരോ പീസായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് ചെറിയ പീസായിട്ട് മുറിക്കരുത്. നമുക്കൊരു വെട്ടിടാനൊക്കെ ഉള്ള വലുപ്പത്തിന് മുറിച്ചെടുക്കണം. തീരെ ചെറിയ പീസായാലും നമുക്ക് വെട്ടിട്ടെടുക്കുമ്പോൾ ചിലപ്പം കേക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റായി പോകും. അപ്പോൾ ഈ ഒരു വലുപ്പത്തിന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഓരോ പീസും നമ്മൾ വെട്ടിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ആ വെട്ടിട്ടെടുക്കുന്നത് കൊണ്ടാണ് ഇതിനെ വെട്ട് കേക്ക് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഓരോരുത്തരും ഓരോ ഷേപ്പിനായിരിക്കും വെട്ടിടുക. ഞാനിവിടെ ഒരു 3 രീതിക്ക് വെട്ടിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ക്രോസ് ആയിട്ട് എക്സ് പോലെ ഒന്ന് വെട്ടിട്ടെടുക്കുന്നുണ്ട്. അപ്പം 4 എതളായിട്ടിരിക്കുന്ന വെട്ട് കേക്ക് കിട്ടും. വെട്ടിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ മുറിക്കുന്നത് ഒരുപാട് താഴോട്ടായി പോകരുത്. ഒരു പകുതി വരെയൊക്കെ ചെല്ലാവുള്ളൂ. കേക്കിൻ്റെ ഒരു പകുതി വരെയൊക്കെ ചെല്ലാവുള്ളൂ. അതിലും താഴോട്ടായി കഴിഞ്ഞാൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പം കേക്ക് ഇളകി പീസായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വെട്ടിടുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം വെട്ടിടാൻ. പിന്നെ ഞാൻ ഈ ഒരു രീതിക്ക് വെട്ടിട്ടെടുക്കുന്നുണ്ട്. ഒരു പ്ലസ് ഇടുന്നത് കണക്കൊന്ന് ഇട്ടെടുക്കുന്നുണ്ട്. അത് വേറൊരു രീതിയാണ്. പിന്നെ ഇതും അല്ലെങ്കിൽ നമുക്കൊരു പൂവ് പോലെ വരുന്ന രീതിയിൽ വെട്ടിടുന്നത് എങ്ങനെയാണെന്നും കൂടി കാണിച്ചു തരാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടിട്ടാൽ മതി. പക്ഷേ വെട്ടിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരുപാട് താഴ്ത്തി വെട്ടിടരുത്. ഒരു പകുതി വരെയൊക്കെ എത്തുന്ന രീതിയിൽ മാത്രം വെട്ടിടുക. അതേപോലെ നമ്മൾ മുറിക്കുന്ന കത്തിക്ക് മൂർച്ചയില്ല എന്നുണ്ടെങ്കിൽ വെട്ടിട്ട് കഴിഞ്ഞാൽ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് ചിലപ്പം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഷേപ്പ് വരണം എന്നില്ല. അപ്പോൾ നല്ല മൂർച്ചയുള്ള ഒരു കത്തി കൊണ്ട് തന്നെ വെട്ടിടാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ വെട്ടിട്ടെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവെല്ലാം ഇതുപോലെ നമ്മൾ ഷേപ്പ് ചെയ്ത് വെട്ടിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഫ്രൈ ചെയ്യാൻ നേരത്ത് നമ്മൾ ഓയിൽ അത്യാവശ്യം നമ്മൾ ആ വെട്ടുകേക്ക് മുങ്ങിക്കിടക്കാൻ തക്ക രീതിയിൽ ഓയിൽ എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഓയിൽ ഒരുപാട് ചൂടാകരുത്. ഒരു മീഡിയം ചൂട് മതി. അത്രയും ചൂട് തന്നെ മതി. ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വെട്ടുകേക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അതിൻ്റെ കളറ് മാറിയിട്ട് ഉൾവശം വേവാതെ പുറം ഭാഗം ഭയങ്കര ഡാർക്കായി പോകും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് മീഡിയം ചൂടിലിട്ടിട്ട് മാത്രം നമ്മൾ വെട്ടുകേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴേ കറക്റ്റ് രീതിക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. പുറം ഭാഗമൊക്കെ കറക്റ്റ് കളറായിട്ട് ഉള്ളിലൊക്കെ നല്ലതുപോലെ വെന്ത രീതിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യണം. അതിങ്ങനെ വിടർന്ന് വരുന്ന അതിൻ്റെ നമ്മൾ ഇട്ട വെട്ടെല്ലാം വിടർന്ന് പൂ പോലായി വരുന്നുണ്ട്. അങ്ങനെ ആയി വരുന്ന സമയത്ത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ശരിക്കും ഫുള്ളായിട്ട് മുങ്ങിക്കിടക്കാനുള്ള ഓയിലില്ല. ഒരു 3/4 ഭാഗത്തോളം മുങ്ങിക്കിടക്കുന്ന രീതിയിലേ ഓയിലുള്ളൂ. ഫുള്ളായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഓയിലുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഇതും കുഴപ്പമൊന്നുമില്ല. ഈ രീതിയിലായാലും എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു പൂ വിടർന്ന് വന്ന സമയത്തൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തിരിച്ചും മറിച്ച് വിട്ടിട്ട് ശരിക്കും ആ ഒരു വെട്ടുകേക്കിൻ്റെ പെർഫെക്റ്റ് കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് ഡാർക്ക് ആവാൻ വെയിറ്റ് ചെയ്യേണ്ട. അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ഹാർഡാവും പുറം ഭാഗം. അങ്ങനെ ഹാർഡായിട്ട് നല്ല കടുമുടാന്ന് തിന്നാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഡാർക്ക് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മളിപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ തന്നെ കോരി എടുക്കുകയാണ്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആയിട്ടുണ്ട്. അത്ര അങ്ങ് ഡാർക്ക് ബ്രൗൺ അല്ല, എന്നാലും കുറച്ചൊന്ന് ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് വന്ന് തുടങ്ങുമ്പോൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഉൾവശമൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കുക്കായി കിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള വെട്ട് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഷേപ്പൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സ്പ്ലിറ്റായി പോയിട്ടൊന്നുമില്ല. അത് വെട്ടിടുമ്പോൾ ശ്രദ്ധിച്ചാൽ മാത്രമേ അത് പറ്റുള്ളൂ. ഇനി അടുത്ത ബാച്ചും കൂടി ഇട്ടിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്ര എളുപ്പമാണ് ഇത് വീട്ടിലുണ്ടാക്കിയെടുക്കാനെന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനിത് വീട്ടിൽ ചെയ്തെടുക്കുന്നത് വരെയും എനിക്കറിയത്തില്ലായിരുന്നു ഇത്രയും നന്നായിട്ട് ഇത് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ, ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നും ഇത്ര ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുമുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് മാറ്റിയെടുക്കുകയും ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് മാവിലും ചെയ്തെടുക്കാം. പക്ഷേ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് മൈദ മാവിൽ ചെയ്തെടുക്കുമ്പോഴാണ് വരിക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. വേറൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.